എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചിയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അവനൊരു വെള്ളവടിക്കാരനാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ആൾക്കാരൊക്കെ പ്ലാൻ ഇട്ടല്ലോ. ഇതിന്റെ ഒരു കഥ നമ്മൾ മുന്നേ ഇട്ടതാണ്. അപ്പോൾ അതിന്റെ ബാക്കി കഥയാണ് കേട്ടോ ഇത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ രേവതിയെ ശരത്ത് ഈ വീഡിയോ മുഴുവൻ കാണിച്ചു കൊടുക്കുക. ഉള്ള ആൾക്കാർ മുഴുവനും ഷെയർ ചെയ്തും ലൈക്ക് അടിച്ചും കമൻറ്റ് ചെയ്തും ഒക്കെ പല രീതിയിലും നമ്മുടെ സച്ചിയെക്കുറിച്ചുള്ള വീഡിയോ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുമ്പം രേവതി ഈ ഒരു വീഡിയോ കണ്ടു. അവളാണെങ്കിൽ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇദ്ദേഹം എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ടൈമിൽ ഒരിക്കലും അങ്ങേര് മദ്യപിക്കുന്നതല്ല, പിന്നെ ഇതെന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ആലോചിച്ച് വിഷമിക്കുമ്പോഴത്തേക്ക് ശരത്താണെങ്കിലോ തന്റെ കൈക്ക് ഒരു പണി തന്നതാണല്ലോ സച്ചി. അതുകൊണ്ട് തന്നെ സച്ചിയോട് തീരാത്ത ദേഷ്യമാണ് നമ്മുടെ ശരത്തിനുള്ളത്. ശരത്ത് ഈ ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചു. അതെ, ഇപ്പൊ ഓരോരുത്തരും പറയുന്ന കമന്റുകൾ കേട്ടോ. ഇതുപോലെ വെള്ളമടിച്ച് നടക്കുന്ന ഒരുത്തന്റെ വീട്ടുകാരെയൊക്കെ സമ്മതിക്കണമെന്നും അതുപോലെ തന്നെ ഇവന്റെയൊക്കെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ തൊഴുതാ പോരാ എന്നും ഒക്കെയാ ഇടുന്നത്. ഇങ്ങനെയുള്ള അവന്മാരൊക്കെ വണ്ടിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ഉപദ്രവമൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ വരെ കമന്റുകളൊക്കെ വന്നു എന്നും ഈ ശരത്ത് ഇങ്ങനെ രേവതി കേൾക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പം നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിലോ ഇതൊന്നും കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എടാ ശരത്തെ, നീ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള്. സച്ചി അത്തരക്കാരനൊന്നും അല്ല. സച്ചി നല്ല മര്യാദയുള്ള ചെറുപ്പക്കാരനാണ്. അവൻ ഇതെന്താ പറ്റിയത് എന്നുള്ളതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ഇങ്ങനെ സംസാരിച്ചപ്പോൾ രേവതി അവിടുന്ന് എഴുന്നേറ്റ് പോവാ. ഇനി ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ രേവതി വീട്ടിലേക്ക് പോരാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചിയാണെങ്കിലും ഓട്ടമൊക്കെ വിളിച്ചു. അപ്പോൾ ഒരു കൂട്ടർ ഓട്ടം വിളിച്ചപ്പം അവരുടെ ആ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങ് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവർ ആ കസ്റ്റമർ ആ വണ്ടിയിലും കയറി കുറച്ച് ദൂരം പോകുന്ന സമയം ഇതുപോലെ പുള്ളിക്കാരൻ്റെ വൈഫ് ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സച്ചിയുടെ വീഡിയോ യാദൃശികമായിട്ട് കാണുകയും അല്ല ഇത് ഇവനാണല്ലോ എന്നുള്ള രീതിയിൽ അവരങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം അവർക്ക് മനസ്സിലായി സച്ചി തന്നെയാണ് വണ്ടി ഓടിക്കുന്നതെന്നും ഇവൻ വെള്ളമടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നും മനസ്സിലായപ്പോൾ അവരാണെങ്കിൽ അതെ മതി ഇവിടെ നിർത്തിക്കോന്നും പറഞ്ഞ് കാറ് ഓടിക്കുന്നത് നിർത്തിക്കുകയാണ്. എന്നിട്ട് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി സച്ചിയോട് പറഞ്ഞു, അതെ നിങ്ങളെപ്പോലെ വെള്ളം അടിച്ച് നടക്കുന്ന ഒരാളുടെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ വരെ വന്നതിനുള്ള കൂലി പറഞ്ഞാൽ ആ പൈസ തന്നേക്കാന്നും പറഞ്ഞ് അവർ കുറച്ച് പൈസ എടുത്ത് സച്ചിയുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. സച്ചിയാണെങ്കിലോ സത്യങ്ങളൊന്നും അറിയാതെ സച്ചി വിഷമിക്കുകയാണ്. അതിനുശേഷം ഇതെന്താ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേക്കിനും ആണെങ്കിലോ നമുക്ക് സച്ചിക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ഓട്ടം വരികയാണ്. അപ്പം അവരും ഇതുപോലെ തന്നെ ഇപ്പൊ വരാൻ സാറേന്നും പറഞ്ഞ് സച്ചി തിരിച്ചു മറുപടി പറഞ്ഞു. 10 മിനിറ്റിനകം അവര് ഇവനെ വിളിച്ചിട്ട് ഓട്ടം ക്യാൻസൽ ചെയ്യുക. അങ്ങനെ പാവം സച്ചിയായിട്ട് ആൾക്കാർ തട്ടി കളിക്കുക. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഈ വീഡിയോ ഷെയർ ചെയ്തും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് സച്ചി മാത്രം ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. സച്ചിക്ക് വലിയ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഫോൺ നോക്കിയിരിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അറിയാത്തത് കൊണ്ട് ഇതെന്താ ആൾക്കാരൊക്കെ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് വീട്ടിലാണെങ്കിൽ നമ്മുടെ രവി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ശ്രുതിയും അതുപോലെ തന്നെ സുധിയും കൂടെ അങ്ങ് വന്നു. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, അല്ല മക്കളെ നിങ്ങൾ എന്താ ഇന്ന് നേരത്തെ വന്നത്? സാധാരണ ഈ സമയത്തല്ലല്ലോ വരുന്നത്. വാ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് വിളിക്കുമ്പോൾ ഞങ്ങളെ ഒരു വിവരം ഇവിടെ പറയാൻ വേണ്ടി വന്നതാ. അതെ വലിയ കാര്യത്തിന് ഒരുത്തൻ ഇവിടെ വലിയ അധ്വാനിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുല്ലാപ്പുകളാണ് ഉണ്ടാക്കുന്നത്. അവൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാനാണെന്നും പറഞ്ഞ് രവിയുടെ മുന്നിലേക്ക് സുധി വന്നിട്ട് ഈ വീഡിയോ എടുത്തങ്ങ് കാണിച്ചു കൊടുക്കുമ്പം രവിയും ചന്ദ്രമതിയും ഒക്കെ നിന്ന് ഇത് കാണുക. അപ്പം ചന്ദ്രയാണെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവൻ ഇത്തരക്കാരനാണെന്ന്. ഇപ്പം കണ്ടില്ലേ മനുഷ്യൻ്റെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഞാൻ ആൾക്കാരോടൊക്കെ എങ്ങനെ സമാധാനം പറയുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. അപ്പം ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വർഷ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ എങ്ങനെയാ എൻ്റെ പാരൻസിൻ്റെ മുന്നിൽ നിൽക്കുന്നത്? ഇപ്പം തന്നെ ഈ വീഡിയോ നാട് മുഴുവനും വൈറലാണ്, ഇനി എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല, ഇതെന്തോ ഒരു ചതിവ് പറ്റിയതാണ്, ആരോ ഒപ്പിച്ച കെണിയാണ് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിക്കാണെങ്കിൽ
മനസ്സിൽ വലിയ വിഷമമൊക്കെ ആയി. തൻ്റെ ഭർത്താവിനെ കുറിച്ചാണല്ലോ ഇവരൊക്കെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സച്ചി വരട്ടെ, സച്ചി വന്നതിന് ശേഷം അവനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്നുള്ള രീതിയിൽ രേവതി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ രവി ആണെങ്കിൽ ആകെ മൊത്തം തകർന്ന അവസ്ഥയിലാണ്. സച്ചി ഇങ്ങനെയുള്ളൊരു കാര്യം ഇതിനു മുന്നേ സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ആരെങ്കിലുമൊക്കെ പിടിച്ച് പുള്ളിക്കാരനൊന്ന് അടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും സച്ചി ഇതുപോലെ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു വിഷയം സച്ചിയുടെ ഈ ഒരു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രവിക്ക് ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, മൊത്തത്തിൽ നാണം കെട്ടു. ചന്ദ്രമതിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ആ രീതിയിലുള്ള സംസാരമൊക്കെയാ. ഇനി ഞാൻ എൻ്റെ മലേഷ്യക്കാരൻ അമ്മായിയപ്പൻ്റെ അടുത്ത് എന്ത് പറയുമെന്നുള്ള രീതിയിൽ നമ്മുടെ സുധി അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പിരിവെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറഞ്ഞു, അദ്ദേഹം വരട്ടെ, വന്നിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എനിക്ക് എന്തായാലും അദ്ദേഹത്തെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അങ്ങേര് ഇങ്ങനെയുള്ളൊരു തെറ്റും ചെയ്യില്ല എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പം സച്ചിയാണെങ്കിൽ കാർ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് അവനെ പോലീസ് വളയുകയാണ്. അപ്പം സച്ചിയുടെ ആ ഒരു ലുക്കും ഭാവവും ഒക്കെ കണ്ട് പോലീസുകാരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ സാറേ, ഇവനാണ് ആ വീഡിയോയിൽ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചവൻ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വണ്ടി ഇപ്പം തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ സച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. സച്ചി ആ സാറന്മാരോട് പറഞ്ഞു, സാറേ എൻ്റെ എല്ലാ പേപ്പറുകളും ഓക്കെയാണ്, എന്താ സാറേ പ്രശ്നം, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, എടാ പട്ടാപ്പകൽ വെള്ളമടിച്ചിട്ടാണോ നീ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവർ സച്ചിയെ പൊതിയുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എൻ്റെ സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല, സാറ് വേണമെങ്കിലൊന്ന് പരിശോധിച്ച് നോക്കൂ, മദ്യപിക്കാഞ്ഞിട്ടാണോടാ നിന്റെ ഈ കാട്ടായങ്ങൾ മുഴുവൻ നാട് ഒട്ടക്കമുള്ള ആൾക്കാർ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പോലീസുകാർ പറഞ്ഞു. അങ്ങനെ സച്ചിയെയും അവൻ്റെ കാറും ഒക്കെ അവരങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.